ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ നല്ല അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഗൗരിനെയും ശങ്കറിനെയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് ശങ്കറിനിങ്ങനെ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശേഖരൻ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ശേഖരൻ കയറി വന്നു. ഈ കാഴ്ചയൊക്കെ കണ്ടാണ് ശേഖരൻ വരുന്നത്. ശേഖരൻ അത്ര സുഖിച്ചിട്ടൊന്നുമില്ല. ഗൗരി ഒട്ടും ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ് നമ്മുടെ ശേഖരൻ. അപ്പോൾ കയറി വന്നപടി, എന്താടാ നീ എന്താണ് പരിപാടിയെ കാണിക്കുന്നത്? വേണേ 2 ദിവസം കൂടി കിടന്നിട്ട് ഡിസ്ചാർജ് ആയാൽ പോരെ? ഡോക്ടർ നിന്നോട് അങ്ങനെയല്ലേ പറഞ്ഞത്? പിന്നെ നീ എന്തിനാ ശങ്കര ഈ ധൃതി പിടിച്ച് ഇപ്പം വീട്ടിലേക്ക് പോണത് എന്ന് ശേഖരൻ ഇങ്ങനെ ചോദിക്കാം. അതൊന്നും നടപടിയുള്ള കേസേ അല്ല. ഞാൻ ഡോക്ടറോട് അതൊക്കെ പറഞ്ഞാണല്ലോ. എനിക്കിന്ന് തന്നെ വീട്ടിലേക്ക് പോകണം. എന്നാൽ പിന്നെ ഞാൻ ബില്ലടിച്ചിട്ട് വരാം, നീ വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് ശേഖരൻ പുറത്തേക്ക് പോയി. വാശി പിടിച്ചാൽ പിന്നെ ശങ്കറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ ശേഖരൻ അങ്ങ് പോയി. അപ്പോൾ ഗൗരിയെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് മുഖം തിരിച്ചും വെക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഗൗരിയോടൊരു സഹതാപോ സ്നേഹം ഉണ്ട്. പക്ഷേ എങ്കിൽ ഗൗരിയോട് മിണ്ടാനൊരു ആത്മാഭിമാനമാണോ എന്താണെന്നറിയില്ല. ശങ്കറിനുള്ളിൽ ഒരു നീറ്റിലും ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. ഭാഗ്യവും ഈശ്വരാധീനം കൊണ്ടാണ് നമ്മുടെ മോൻ രക്ഷപ്പെട്ടത്. അതെ, നമുക്ക് മണ്ണാറശാലയിലും പാമ്പമ്മക്കാട്ടിലും ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്തും കൊട്ടാരത്തിൽ ഗണപതി അമ്പലത്തിലേക്കും തിരുച്ചെന്തൂരും അങ്ങനെ എല്ലാ അമ്പലങ്ങളിലേക്കും നമുക്ക് പോകണം. അവന് വേണ്ടിയിട്ട് നേർന്ന നേർച്ചകളൊക്കെ നടത്തണം എന്ന് രാധാമണി ഇങ്ങനെ മഹാദേവനോട് പറയണം. അപ്പം നമ്മുടെ മണിമുത്തശ്ശി ഇരിപ്പുണ്ട് കേട്ടോ. എടി രാധേ, നമ്മുടെ കുട്ടി ശങ്കരൻ ഡിസ്ചാർജ് ചെയ്തിട്ട് ഈ കുടുംബത്തിലേക്ക് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ നേർച്ചയും ചെയ്യാമെന്ന്. ഇനി എത്ര ദിവസം കൂടി കിടക്കേണ്ടി വരും? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തായാലും ഒരു 2-3 ദിവസം കൂടി എന്താണെങ്കിലും കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ശേഖരൻ അങ്ങോട്ടേക്ക് വരുന്നത്. പുറകെ നമ്മുടെ കുട്ടി ശങ്കരനും അതുപോലെ തന്നെ ഗൗരിയുണ്ട്. അപ്പോൾ ഇവർ ഞെട്ടിപ്പോയിട്ടോ. ശങ്കരനെ കണ്ടപ്പോഴത്തേനും മണിമുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം മണിയൊക്കെ കിലുക്കി വളരെ സന്തോഷത്തിലാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നേരെ വേഗം തന്നെ അമ്മ അച്ഛനും അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ചെല്ലുക കേട്ടോ. എടാ മോനെ ശേഖര, ഇതെന്താടാ ഇവനെ ഡിസ്ചാർജ് ചെയ്തതാ അതോ ഇവൻ അവിടുന്ന് എഴുന്നേറ്റ് ഇറങ്ങി പോകുന്നതാണോ? എൻ്റെ പൊന്നച്ഛ, ഒന്നും പറയണ്ട കേട്ടോ. ഇവനെ കാണാൻ വേണ്ടി പോയതാ. ഇപ്പം ഇവന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ ഒരേ വാശി. അങ്ങനെ ഡോക്ടറെ കൊണ്ട് പറഞ്ഞ് എഴുതിപ്പിച്ചാട്ടോ. എനിക്കിപ്പോൾ വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ അച്ഛാ ഞാൻ അവിടെ കിടക്കുന്നത്? എടി രാധേ, നീ നോക്കിയടി നമുക്കേ നമ്മുടെ കുട്ടി ശങ്കരനെ തിരിച്ചു കിട്ടിയിരിക്കാം. ഇതിവൻ്റെ പുനർജന്മാണ് കേട്ടോ. പുനർജന്മം. നീ വേഗം തന്നെ ആരതി ഒഴിഞ്ഞ് ഇവനെ അങ്ങ് സ്വീകരിച്ചടി എന്ന് പറഞ്ഞു. അപ്പോൾ രാധ ഭയങ്കര സന്തോഷത്തിൽ തന്നെ ആരതി തട്ടൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ആരതി ഒഴിഞ്ഞു നമ്മുടെ ശങ്കരനെ സ്വീകരിക്കുകയാണ്. അമ്മയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു രാധ. അല്ലെങ്കിൽ നിന്റെ ഈ ഭാര്യ നിന്നെ പരലോകത്തേക്ക് അയച്ചേനെ എന്നോട് രാധാമണിയുടെ വക ഒരു കമൻറ്റ്. അപ്പം എങ്ങനെയെങ്കിലും ഗൗരിക്കിട്ട് കുത്തു കൊടുക്കണമല്ലോ. വന്നപ്പോൾ തന്നെ ശങ്കറിൻ്റെ മനസ്സ് എരികേറ്റുക. അപ്പം ശങ്കർ പറഞ്ഞു, ആരൊക്കെ എന്നെ കൈവിട്ടാലും എൻ്റെ വടക്കുനാഥൻ എന്നെ കൈവിടില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് ശങ്കർ നേരെ അകത്തേക്ക് കയറിപ്പോയി. പുറകെ തന്നെ നമ്മുടെ ഗൗരിയും കയറിപ്പോന്നത് കണ്ടോ? നീ അത് വിട്, അവൾക്ക് ഒരു ഉളുപ്പുമില്ലല്ലോ. എനിക്കത് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റണില്ല. മഹാദേവൻ പറഞ്ഞു, നീ അത് വിട്. നേർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടേ നാളെ തന്നെ നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം കേട്ടോ. 3-4 ദിവസത്തെ യാത്രയാണ്. അതിനുള്ള ഏർപ്പാടുകളൊക്കെ നീ ചെന്ന് ചെയ്യാം. അവളുടെ ആ പാവം പോലെയുള്ള നെൽപ്പും ഒന്നും അറിയാത്ത ആ ഭാവവും എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് രാധാമണി അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ശേഖരനും അപ്പുറത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ മഹാദേവനെല്ലാം കണക്ക് കൂട്ടി തന്നെ നിൽക്കുകയാണ്. മഹാദേവനും ഗൗരിയോട് തീരാത്തത്ര ദേഷ്യമുണ്ട്. പക്ഷേ എങ്കിൽ രാഷ്ട്രീയ കളി കളിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ കുട്ടിശങ്കരനെയാണ്. കുട്ടിശങ്കരൻ റൂമിലെത്തി. എന്നിട്ട് തലയ്ക്ക് ഇങ്ങനെ കൈയും കൊടുത്ത് ആളാകെ ടയേർഡാട്ടോ. വളരെ ക്ഷീണിതനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൗരി അകത്തേക്ക് കയറി വന്നു. എന്താ തലവേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയതേയില്ല. അപ്പോൾ ഗൗരി വേഗം തന്നെ ഒരു ബാം എടുത്തു. കൈമാറ്റ്, ഞാൻ ബാം പുരട്ടിത്തരാം എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ശങ്കർ, കൈമാറ്റ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും കൈ ഇങ്ങനെ വച്ചു. അപ്പോൾ ഗൗരി കുറച്ച് നേരം നിന്നിട്ട് എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഒന്നും നോക്കിയില്ല. ശങ്കർ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ശങ്കർ? അപ്പോഴും ശങ്കർ കൈ അങ്ങനെ തന്നെ വച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൗരി ദേണ്ട അടുത്ത് ചേർന്നിരുന്നു. എന്നിട്ട് ആ കൈ എടുത്ത് മാറ്റിയിട്ടോ.
എന്നിട്ട് നെറ്റിയിൽ ബാം പുരട്ടി കൊടുക്കുകയാണ്. ഇപ്പം കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടോ? എന്ന് മാത്രം പറഞ്ഞു. ശങ്കറിന് ഒരു കാര്യം അറിയോ ശങ്കർ? നമ്മളോടുള്ള ഒരാൾക്കുള്ള ആ ഭ്രാന്ത് പിടിച്ച സ്നേഹമുണ്ടല്ലോ, നമ്മൾ അവോയ്ഡ് ചെയ്താൽ എപ്പോഴെങ്കിലും ആ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അന്നേരമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അതെത്ര വിലപ്പെട്ടതായിരുന്നു എന്ന്. നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ആ സ്നേഹം, ആ വേദന ഞാൻ അനുഭവിച്ചു ശങ്കർ, ഞാൻ ആവോളം അനുഭവിച്ചു. ശങ്കർ എന്നെ എന്താ പറയുക ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ അങ്ങനെ എത്ര രീതിയിലാണെങ്കിലും ഒരു പുരുഷനെ എത്രത്തോളം സ്നേഹിക്കാവോ അത്രത്തോളം ശങ്കർ എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ സ്നേഹം എനിക്ക് മനസ്സിലായില്ല, എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതെ, ഞാൻ ആ ഡോക്ടർ ശങ്കറിൻ്റെ മുഖത്തുനിന്ന് ഓക്സിജൻ മാസ്ക് മാറ്റിയില്ലേ, അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയോ? എൻ്റെ ശ്വാസം നിലയ്ക്കാൻ പോവാണെന്ന്. ഒരു കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഇനി ഗൗരി ഉണ്ടാവൂന്ന്. അപ്പം എനിക്ക് മനസ്സിലായി. അന്നേരം ഒരു കരയിൽ പിടിച്ചിട്ട മീനെ പോലെ ഞാൻ പെടഞ്ഞു പോയി ശങ്കർ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശങ്കറിൻ്റെ പ്രണയം എൻ്റെ പ്രാണവായു ആണെന്ന്. എനിക്ക് അപ്പോഴാണ് ശങ്കർ മനസ്സിലായത്. അപ്പോൾ ഗൗരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശങ്കറിന് നോ റിയാക്ഷൻ. അപ്പോൾ കൈ ഇങ്ങനെ തലയ്ക്ക് കൊടുത്ത് അതേപടി ഇരിക്കുകയാണ്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ശങ്കർ ഇത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുത്തത്? വേണ്ടായിരുന്നു. ഒരു ഭാര്യയെ ഭർത്താവ് എങ്ങനെ സ്നേഹിക്കണോ അതിൻ്റെ എക്സ്ട്രീമാണ് ശങ്കറിനെ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അങ്ങനെ ശങ്കർ എന്നെ സ്നേഹിക്കുന്നത് ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇപ്പം എനിക്കറിയാം ശങ്കർ. അതുകൊണ്ട് ശങ്കർ എന്തിനാ ശങ്കർ എനിക്ക് വേണ്ടിയിട്ട് ഈ ജീവൻ തന്നെ ഇല്ലാക്കാതാക്കാൻ പോയത്? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അതൊന്നും ശങ്കർ ആലോചിച്ചതേ ഇല്ലല്ലോ. എന്താ ശങ്കർ? അപ്പോഴും ശങ്കർ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അതെ, നോക്കി ഒരു കാര്യം പറയട്ടെ. അഴകിയ രാവണൻ സിനിമയിലെ ഒരു ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എന്താണെന്നറിയോ? വെറുപ്പിൻ്റെ അവസാനം ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്നറിയോ? എനിക്കിപ്പോൾ കുട്ടിശങ്കറിനോട് സ്നേഹം മാത്രമല്ല കേട്ടോ, സത്യം ഞാനീ പറയണത്. ഈ ഗൗരിക്ക് എൻ്റെ ശങ്കുവിനോട് ഭ്രാന്ത് പിടിച്ച സ്നേഹം. ശങ്കർ, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആൾ നല്ല ഉറക്കം പിടിച്ചു കേട്ടോ. ശങ്കർ കേട്ടോ കേട്ടില്ലയോ ഒന്നും ഗൗരിക്ക് അറിയില്ല. അപ്പോഴേക്കും ഇതവിടെ ചാരി ഇരുന്ന് നല്ല ഉറക്കത്തിലാണ് ആള്. അപ്പോൾ ആളുടെ തലയിലൊക്കെ ഇങ്ങനെ തലോടി ഗൗരി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ രാധാമണിനെയും മഹാദേവനെയാണ് കാണുന്നത്. അപ്പം രാധാമണിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഗൗരി വന്നതിൻ്റെ ആ പിരിപിരിപ്പെന്ന് പറഞ്ഞാൽ അമ്മ അതിൽ എക്സ്ട്രീമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളെ തീർക്കണം, അവളെ ഇവിടെ കുടുംബത്ത് കയറ്റാൻ പറ്റില്ല എന്നുള്ള മട്ടിലാണ് രാധാമണി. അപ്പം മഹാദേവൻ്റെ അടുത്ത് ചെന്നിട്ട് പരാതി പറയുകയാണ്. അവൾ വീണ്ടും ഈ കുടുംബത്ത് വന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. വീണ്ടും അവളുടെ മുൻപിൽ നമ്മൾ തോറ്റു പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൾ എന്താ ചെയ്തത്? നമ്മുടെ മോനെ കൊലയ്ക്ക് കൊടുക്കാനായിട്ടല്ലേ അവൾ ശ്രമിച്ചത്? എന്നിട്ടിപ്പോൾ പറയുക ക്ഷേമദേവൻ്റെ കയ്യിൽ നിന്ന് ഭർത്താവിൻ്റെ ക്ഷീമം പിടിച്ച സാവിത്രിയായിട്ട് അവളിതിപ്പോൾ അഭിനയിച്ച് തകർക്കുക. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പുറത്താക്കണം. എടി രാധേ, രാഷ്ട്രീയത്തിലെ പല രീതികളുണ്ട്. അത് നിനക്കറിയോ? നമ്മുടെ സിനിമാ നടൻ ഇന്നസെൻ്റ് ഉണ്ടല്ലോ, ഒരു സിനിമയിലെ കാച്ചിയ ഡയലോഗ് ഉണ്ട്, അതറിയോ നിനക്ക്? അത് ഭയങ്കര കറക്റ്റാണ്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യരുത്. എല്ലാ ചതിയും എല്ലാ വഞ്ചനയും നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതങ്ങനെ ഒതുക്കി വച്ച ശേഷം നമ്മളിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കണം. യഥാർത്ഥ സമയം വരുമ്പോൾ മാത്രം യഥാർത്ഥ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് വേണം തിരിച്ചടി കൊടുക്കാൻ. എപ്പോഴാണാവോ ഈ യഥാർത്ഥ സമയം വരുന്നത്? അങ്ങനെ കാത്തു നിന്ന നഷ്ടം നമുക്കും നമ്മുടെ മോനും തന്നെയാ. അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം. എടീ കന്നാലി, ഞാനൊരു കാര്യം പറയട്ടെ. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക. ഗൗരിയെ ഇവിടുന്ന് പുറത്താക്കിയാൽ ആ സമയത്ത് അവക്ക് പിന്നാലെ തന്നെ നമ്മുടെ കുട്ടിശങ്കരനും ഇവിടുന്ന് ഇറങ്ങിപ്പോവും. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു തവണ അവനത് തെളിയിച്ചു തന്നതല്ലേ? ഇന്ന് നിന്റെ മോനെ ഓർത്ത് കരഞ്ഞ് നിലവിളിച്ച് മൂക്ക് പിഴിഞ്ഞതൊക്കെ നിനക്കൊന്നും മറന്നിട്ടില്ലല്ലോ? ഉണ്ടോ രാധേ?
എന്തായിരുന്നു അന്നത്തെ പ്രകടനം? എൻ്റെ മോൻ മാമ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കഴിച്ച് കാണുമോ? വെള്ളം കുടിച്ച് കാണുമോ? കിടക്കാൻ നല്ല പായുണ്ടോ? തലവണയുണ്ടോ? പിന്നെ നല്ല സ്ഥലത്താണോ? എന്തൊക്കെയായിരുന്നു രാധേ നിൻ്റെ പ്രകടനം? ഇനിയിപ്പം അതുപോലെ തന്നെ ആവർത്തിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അല്ല, നിങ്ങൾ എന്താ പറയുന്നത്? ഗൗരിക്കെതിരെ ഒന്നും ചെയ്യണ്ടെന്നാണോ പറയണത്? അവൾ മഹാറാണിയായിട്ട് ഇവിടെ വിലസി കിടക്കട്ടെ, മിണ്ടാതെ ഞാനൊക്കെ സഹിക്കണം, അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? എൻ്റെ പൊന്നു രാധേ, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? നീ പറയാൻ അതെ, എല്ലാം മനസ്സിൽ വച്ച് ഇങ്ങനെ ഒതുക്കി വെക്കണം. ആവശ്യ നേരത്തെ പുറത്തെടുക്കാവുള്ളൂ, അതേ ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ പറഞ്ഞതിന് നേരത്തെ പറഞ്ഞ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി. മനസ്സിലായോ രാധേ? അതിന് നിങ്ങൾ നേരത്തെ പറഞ്ഞതും ഇപ്പം പറഞ്ഞതും ഇത് തന്നെയല്ലേ മനുഷ്യ? എടി കന്നാലി, ഗൗരിയുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കൂട്ടോ. നടന്നില്ലെങ്കിലേ ഈ മഹാദേവൻ, ഈ ചാരങ്ങാട്ട് മഹാദേവൻ നടത്തും. പക്ഷേ അതിന് കുറച്ച് സമയം വേണം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കില്ല. അതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ നമ്മുടെ രാധാമണി തങ്കച്ചിക്ക്? അവൾ നമ്മളെക്കാളും ബുദ്ധിമതിയാ. സാവകാശം കൊടുത്താൽ അവൾ പലതും ഒപ്പിക്കും. ബുദ്ധിയുടെ കാര്യത്തിലേ ചാരങ്ങാട്ട് മഹാദേവനും ഒട്ടും മോശമല്ല കേട്ടോ. അതെത്താൽക്കാലം നീ സമാധാനമായിട്ട് നാളത്തെ യാത്രയ്ക്കുള്ള സെറ്റപ്പൊക്കെ വേഗം പോയി ചെയ്യേണ്ട രാധേ. നീ സമാധാനിക്കേ. കുട്ടിശങ്കരൻ്റെ പേരിൽ നേർന്ന നേർച്ചകളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഭാവി കാര്യം, അത് തന്നെ ഗൗരിയുടെ കാര്യത്തിലും നമുക്ക് ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് രണ്ടുപേർക്കൂടെ ആലോചിക്കാട്ടോ. ഇര നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. എന്തിനാ? നമ്മുടെ കുടുംബത്തുണ്ടല്ലോ. നമ്മൾ വേട്ട അവസാനിപ്പിച്ചോ? അതുമില്ല. അതുകൊണ്ടാണ് ഞാനീ പറയണത്, ജസ്റ്റ് നമുക്കൊന്ന് പതുങ്ങിയിരിക്കാം, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ മാൻപേട ഇങ്ങനെ തുള്ളിക്കളിച്ച് അങ്ങനെ നടക്കട്ടെ എന്നേ. കുറച്ച് മാൻപേടയുടെ സമയം തീരാറാകുമ്പം ആ സിംഹത്തിന് മനസ്സിലാവും. അതറിയോ നിനക്ക്? പിന്നെ വേട്ടയുടെ സമയാട്ടോ. പിന്നെ ആ വേട്ടമൃഗം ചാടി വീഴുന്ന സമയം എന്ന് പറഞ്ഞ് മഹാദേവൻ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അപ്പം രാധയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ കാര്യം മഹാദേവൻ വിട്ടിട്ടില്ലല്ലോ എന്നോർത്ത്. പിന്നെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ് കാണുന്നത്. അപ്പോൾ അതേ പ്രൊഫസറും അതുപോലെ തന്നെ നമ്മുടെ ആദർശൂടെ അവിടെ ഇരുന്ന് എന്തോ പേപ്പേഴ്സ് നോക്കുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി വന്നിട്ട്, ശ്യാമേ എന്താ ഇത്? കേസിൻ്റെ പേപ്പറുകളാമേ എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ആവശ്യം എന്താ മോനെ? ആവശ്യമുണ്ട് മുത്തശ്ശി. ഈ പേപ്പേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യണം. അതെന്തിനാ മോനെ? അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ. അച്ഛൻ്റെ ജോലിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നും വരാതിരിക്കണമെങ്കിൽ ഈ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. അതിന് കേസ് തീർന്നല്ലോ ശ്യാമേ. ഇനി ജോലിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അറിയില്ലമ്മേ, ഞാനത് കഴിഞ്ഞ ശേഷം കോളേജിലേക്ക് പോയില്ലല്ലോ. നീ എന്തായാലും പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഈ പേപ്പേഴ്സൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. വെച്ച് താമസിപ്പിക്കണ്ട, ഇന്ന് തന്നെ പോവാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴാണ് വേണി വരുന്നത്. പ്രൊഫസറെ ദാ ചായ എന്ന് പറഞ്ഞ് ചായ കൊണ്ട് കൊടുത്തു. ഞാനുണ്ടാക്കിയതാട്ടോ, നന്നായിട്ടുണ്ടാവും, ഒന്ന് കുടിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഫസർ കുടിച്ചു. നന്നായിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അതേ കോളിംഗ് ബെല്ലടി കേൾക്കുന്നത്. ഞാൻ നോക്കിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് വേണി വേഗം തന്നെ ചെന്ന് ഡോറ് തുറക്കുകയാണ്. അപ്പം മറ്റാരുമല്ല, നമ്മുടെ മിഥുനാണ് എത്തിയിരിക്കുന്നത്. ആഹാ, ഇതാരീ വന്നിരിക്കുന്നത്? ഇത് നമ്മുടെ ഡോക്ടർ ചുള്ളനാണല്ലോ. വായോ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഇവർക്ക് അകത്തേക്ക് കയറി വന്നു. ആഹാ, ഹലോ ശ്യാമങ്ങൾ. ഹായ് ആദർശേട്ടാ. വാ മിഥുനോ, വാ മിഥുൻ ഇരിക്കേ, ഞാൻ ചായ എടുക്കാട്ടോ എന്ന് പറഞ്ഞു. വേണി ആ കിച്ചണിലേക്ക് പോവാണ്. എന്നാൽ എടുക്കുക എന്ന് പറയുകയും ചെയ്തു ആദർശ്. അപ്പം അകത്തേക്ക് ചെല്ലുമ്പോൾ നന്ദിനിയമ്മ ഭയങ്കര പണിയിലാണ്. നന്ദിനിയമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ വേണിമോളെ, എന്താ കാര്യം പറയാ? വാ പറയട്ടെ നന്ദിനിയമ്മേ. അതെ, എനിക്കൊരു ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോഴേ എൻ്റെ ഡൗട്ട് സത്യാകാൻ വഴിയുണ്ട്. നീ എന്താ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാക്കി തരാം, ഒന്നിങ്ങി വായോ എൻ്റെ വേണിമോളെ. എനിക്ക് ഒരുപാട് ജോലി ഇവിടെ ഉണ്ട്. ദേ, അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ അവിടെ നടക്കാൻ പോണത്. നന്ദിനിയമ്മ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ് നന്ദിനിയമ്മ ഉന്തിത്തള്ളി വേണി അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അപ്പം മിഥുൻ അവിടെ വന്നിരുന്നു. അല്ല, അച്ഛനോടും ഞങ്ങളോടും ഒക്കെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മിഥുൻ എന്താ ഒന്നും മിണ്ടാതിരിക്കണത്? എൻ്റെ മൈൻഡിൽ തോന്നുന്ന കാര്യം ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയും. അതാ എൻ്റെ ഒരു ക്യാരക്ടർ. ആയിക്കോട്ടെ. അപ്പോൾ ഇവരെല്ലാവരും ശ്രദ്ധയോടെ നിൽക്കുകയാണ്. ആരതി അവിടെ നിൽപ്പുണ്ട്. അല്ല, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ പറഞ്ഞോ മിഥുൻ?
അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടും ഇതിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആരതി ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദിനി അമ്മയും അതുപോലെ തന്നെ വേണിയും കൂടെ അങ്ങോട്ട് വന്നത്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോ. അത് പിന്നെ അത് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും എന്ന് മിഥുൻ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചു ആദർശ്. അപ്പം ഇങ്ങനെ നിന്നിട്ട് ആരതി എനിക്ക് കെട്ടിച്ചു തരുമോ? ഒറ്റ ചോദ്യമായിരുന്നു. എല്ലാവരും ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി. ഇയാളെന്താ ഈ ചോദിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ഒരു സൂചനയും കൊടുക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട്ടിൽ ഓടിക്കയറി വന്നിട്ട് ആരതിയെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ച്. ആഹാ, നിങ്ങൾക്ക് ഷോക്കായിന്ന് എനിക്കറിയാം. ഞാൻ നല്ല പയ്യനാ, ഡോക്ടറായതുകൊണ്ട് നല്ല സാലറി പാക്കേജ് ഉണ്ട്. ഞാൻ നല്ല ബെസ്റ്റ് ഡോക്ടറാണ്. അത് ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ആരതിയെ നോക്കുക. മൊത്തത്തിൽ ആൾക്കാർക്കൊക്കെ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത്, അതുകൊണ്ട് പറയാം കേട്ടോ. അപ്പം വേണിങ്ങനെ നിൽക്കുക. എല്ലാവരോട് നിങ്ങൾ ആലോചിച്ച ശേഷം ഒരു തീരുമാനം പറഞ്ഞാൽ മതി. എനിക്ക് ധൃതിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കെട്ടുന്നെങ്കിൽ ഞാൻ ആരതിയെ വിവാഹം ചെയ്യുള്ളൂ. അപ്പം ഞെട്ടിപ്പോയി ഇവർ. ഇയാൾ എന്തായി പറയണത്? ഇല്ലെങ്കിൽ സിംഗിൾ ലൈഫ്, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കെട്ടുവാണെങ്കിൽ ആരതി, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റന്തരിയായിട്ട് അങ്ങ് ജീവിക്കും. അത് ഞാൻ എന്താണെങ്കിലും അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പം മിഥുൻ ഉടനെ ചോദിക്കുകയാണ് വേണിയോട്, അല്ല ചായ പറഞ്ഞിരുന്നു വന്നില്ല. വേണിക്കാകെ നാണക്കേടായി. ചായയുടെ വരി മറന്നിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് ആള്. അതെ, സാരമില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ ഓക്കെ ആണെങ്കിൽ ഇനിയും എനിക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ചായ കുടിക്കാമല്ലോ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം നോക്കുക. അപ്പോൾ ആലോചിച്ച ശേഷം കറക്റ്റായിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. എന്നാൽ ശരി, ഞാൻ അവിടെ നിന്ന് സ്കൂട്ടാകുകയാണേ. അപ്പോൾ അവിടം വരെ പോയി. എന്നിട്ട് വേഗം ആരതിയുടെ അടുത്തേക്ക് വന്നിട്ട്, അതെ ഫേസ് ഇത്തിരി ഓയിലി ആവുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ശരി ബൈ എന്ന് പറഞ്ഞിട്ട് മിഥുൻ ഇറങ്ങിപ്പോയി. അപ്പം ഇത് കണ്ട് എല്ലാവരുടെയും കിളി പോയിരിക്കുകയാണ്. ഇവൻ എന്താ ഇത്ര നേരം കൊണ്ട് ഇവിടെ ചെയ്തത്? ഓടി വന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് ദേണ്ട ഇറങ്ങിയും പോയി. അപ്പോൾ എല്ലാവരും താടിക്ക് കയ്യും വെച്ച് ഇങ്ങനെ ഇരിപ്പാണ്. അപ്പോൾ നമ്മുടെ വേണിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അയ്യോ, പയ്യൻ ഡോക്ടറാണെങ്കിലും എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയം. ഒരു വിരി എവിടെയോ ലൂസായിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്നെ ചിരിക്കുകയാണ്. അല്ല പ്രൊഫസറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന മരുമക്കൾ എല്ലാം ഒരു പിരി ലൂസ് ടീമുകളാണല്ലോ, അതെന്താ പ്രൊഫസറെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എല്ലാവർക്കും ചിരി അടക്കി പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് വേണിയുടെ ഈ കോപ്രാന്തവും ഈ പറച്ചിലും കേട്ടിട്ട്. അപ്പോഴേക്കും എല്ലാവരും ഒന്ന് കൂളായി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ നമ്മുടെ ആരതിയെ നോക്കുകയാണ്. അല്ല, നിങ്ങളെല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കണത് എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. ആ ശരി ബടി വമ്പത്തി എന്നുള്ള മട്ടിൽ വേണി തലയാട്ടുകയാണ്. എന്നിട്ട് പതുക്കെ അവിടുന്ന് ആരതി സ്കൂട്ടായി. കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ അതേണ്ട പിള്ളച്ചേട്ടൻ വന്നിട്ടുണ്ട്. അല്ല, ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. തീർത്ഥയാത്ര എത്ര ദിവസത്തേക്കാ? കൂടിപ്പോയാൽ ഒരു 3 ദിവസം. അതിനുള്ളിൽ ഞങ്ങൾ തിരിച്ചെത്തും പിള്ളേ, ധൈര്യമായിട്ടിരുന്നോ. പിന്നെ ഇതേ ഇരിങ്ങാലക്കുട ബാറിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഓ തീർന്നേ, ഒരു പ്രശ്നമില്ലേ. അപ്പം രാധ വന്നു. എടി രാധേ, ഇറങ്ങാൻ സമയമായിട്ടോ. സാധനങ്ങളൊക്കെ നീ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എല്ലാം നീ ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് രാധ വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം അമ്മൂമ്മ അവിടെ ഇരിക്കുകയാണ്. മുത്തശ്ശിയുടെ അടുത്തേക്ക് നേരെ മഹാദേവൻ ചെന്നു കേട്ടോ. അമ്മേ, അപ്പോഴേ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മേ എന്ന് ചോദിച്ചു. ശങ്കറിന് കൂട്ടായിട്ട് ശേഖരനും കമലയും ഒക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ദേ ഈ പിള്ള ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ കേട്ടോ. അപ്പം പറഞ്ഞാൽ മതി കേട്ടോ. അയ്യോ, ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ കാണും എന്ന് പിള്ള പറഞ്ഞു. എടോ പിള്ളേ, നമ്മുടെ ആ ടൗണിലേക്ക് പോകുമ്പോഴേ നമ്മുടെ ആ ജില്ലാ കമ്മിറ്റി ഓഫീസ് വരെ ഒന്ന് പോകണം കേട്ടോ. ഓ ആയിക്കോട്ടെ. അവിടെ തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരൊക്കെ വരും. അവരൊക്കെ ആയിട്ട് സംസാരിക്കണം. അവരെയൊക്കെ ഒന്ന് സോപ്പിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കണം. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്യാമേ എന്ന് പറഞ്ഞു. അമ്മേ, എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പം മണിമുത്തശ്ശി ഒരു മണിയൊക്കെ മുഴക്കി അനുഗ്രഹമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അതേ രാധ ബാഗുമായിട്ട് വന്നു. അപ്പം രാധേ നമുക്ക് ഇറങ്ങാം.
അപ്പോൾ രാധ മേളിലേക്ക് കയറുവാണ്. നീ എങ്ങോട്ടാ രാധേ? നിനക്ക് പോകണമെന്നൊന്നുമില്ലേ? അല്ല, ഞാൻ ശങ്കറിനെ കണ്ടൊന്ന് യാത്ര പറഞ്ഞിട്ട് വരാം. ഓ, നിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ വൈകിട്ടിരിക്കുക. ഇവള് സമയത്തിന് ഇറങ്ങാൻ സമ്മതിക്കില്ലേ? രാഹു കാലത്തിന് മുന്നേ ഇറങ്ങണം എന്ന് പിള്ള ഇങ്ങനെ പറഞ്ഞു. അത് ശരിയാ, എന്നാൽ വേഗം ചെന്ന് യാത്ര പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞാൽ അപ്പം രാധാമണി അങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഗൗരിയെ കണ്ടപ്പോഴേക്കും ഇവരുടെ മുഖഭാവമൊക്കെ മാറി. ഈ നാശത്തിനെയാണല്ലോ കണ്ടത് എന്നുള്ള മട്ടിലായി ഇവരുടെ മുഖഭാവം. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.